നമസ്കാരം. പാലോട് ഇളവട്ടത്ത് ഭർത്താവിന്റെ വീട്ടിൽ നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇന്ദുജയുടെ കുടുംബത്തിന്റെ ആരോപണം നിഷേധിച്ച് ഭർത്താവിന്റെ അമ്മ പൈങ്കിളി. ഇന്ദുജയുടെ മുഖത്ത് സംഭവിച്ചത് ബസിന്റെ കമ്പിയിൽ തട്ടിയ പാടാണെന്ന് അഭിജിത്തിന്റെ അമ്മ പറഞ്ഞു. വീട്ടിൽ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ലെന്ന് പൈങ്കിളി പറയുന്നു. വിവാഹം നടത്തി വീട്ടിൽ കൊണ്ടുവന്നത് താൻ തന്നെയാണ്. വീട്ടിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്ദുജയുടെ മുഖത്തുണ്ടായത് ബസിന്റെ കമ്പിയിൽ തട്ടിയ പാടാണ്. മരണ ദിവസം ഫോൺ വന്നതിന് പിന്നാലെ ഇന്ദുജ റൂമിൽ കയറി വാതിലടയ്ക്കായിരുന്നു. സത്യം പുറത്തു വരണം, ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും അഭിജിത്തിന്റെ അമ്മ പ്രതികരിച്ചു. അതേസമയം സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് ഇന്ദുജയുടെ കുടുംബം. 2 ആഴ്ച മുൻപ് വീട്ടിലെത്തുമ്പോൾ മകളുടെ കവിളിൽ മർദ്ദനമേറ്റ പാടുണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇന്ദുജയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട്. മരണത്തിന്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം ഡിവൈഎസ്പി എസ് ഷിബു പറഞ്ഞു. ഇന്ദുജയുടെ ശരീരത്തിൽ മുറിവേറ്റ പാടുകൾ ഉണ്ടെന്നാണ് ഇൻക്വസ്റ്റിലെ കണ്ടെത്തൽ. കണ്ണിന് സമീപത്തായും ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലും മർദ്ദനമേറ്റതിന് സമാനമായ പാടുകളുണ്ടെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഇന്ദുജയുടെ അച്ഛൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. പാലോട് കൊളച്ചൽ കൊന്നമൂട് സ്വദേശി ഇന്ദുജയെ ഇന്നലെ ഉച്ചയ്ക്കാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അഭിജിത്തിന്റെ വീട്ടിൽ നിരന്തരം മാനസിക പീഡനങ്ങളും ഭീഷണിയും നേരിടുന്നതായി മകൾ അറിയിച്ചതായി, എന്നാൽ തങ്ങളെ അവിടേക്ക് ചെല്ലാൻ അനുവദിച്ചിരുന്നില്ല എന്നുമാണ് ഇന്ദുജയുടെ കുടുംബം ആരോപിക്കുന്നത്. 2 വർഷത്തെ പ്രണയത്തിനൊടുവിൽ 3 മാസം മുമ്പ് ഇന്ദുജയെ അഭിജിത്ത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കിക്കൊണ്ടുപോയി അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഇന്ദുജ വീട്ടിൽ വന്നപ്പോൾ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നുവെന്ന് പിതാവ് പറയുന്നു. മകളെ അഭിജിത്ത് ഉപദ്രവിച്ച് കെട്ടിത്തൂക്കി കൊന്നതാണ്. കൊലപാതകത്തിന് കേസെടുത്ത് അന്വേഷിക്കണം. പഠിപ്പിച്ച മകളെ നല്ല രീതിയിലാണ് വളർത്തിയത്. പല വിവാഹ ആലോചനകളും വന്നിരുന്നു. അഭിജിത്ത് അതെല്ലാം മുടക്കി. വിവാഹം കഴിച്ച് വീട്ടിലെത്തിയിട്ടും അഭിജിത്തിന്റെ അമ്മ അംഗീകരിച്ചിരുന്നില്ല. ഇന്ദുജയ്ക്ക് വീട്ടിൽ സ്ഥാനമില്ലെന്നാണ് പറഞ്ഞത്. അവരെല്ലാം ചേർന്നാണ് മകളെ ഉപദ്രവിച്ചതെന്നും ഇന്ദുജയുടെ പിതാവ് ആരോപിക്കുന്നു. ചേച്ചി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് ഇന്ദുജയുടെ സഹോദരൻ ഷിനു പറയുന്നു. അഭിജിത്തിന് വീട്ടിലേക്ക് പോയിട്ട് 4 മാസമേ ആയിട്ടുള്ളൂ. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ വീട്ടിൽ അറിയിക്കുമായിരുന്നു. കുടുംബത്തിലെ പല കാര്യങ്ങളിലും സംശയമുണ്ട്. ഇതിലും വലിയ പ്രശ്നങ്ങൾ ചേച്ചി മറികടന്നിട്ടുണ്ട്. ഒരിക്കലും ആത്മഹത്യ ചെയ്യുമെന്ന് കരുതുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുന്നതും ചേച്ചി ഇങ്ങോട്ട് വരുന്നതും അവർക്ക് ഇഷ്ടമില്ലായിരുന്നുവെന്നും ഷിനു പറഞ്ഞു. ഇന്ദുജയെ അഭിജിത്തിന്റെ വീട്ടിലെ 2ാമത്തെ നിലയിലെ കിടപ്പുമുറിയിൽ ജനലിൽ തൂങ്ങിയ നിലയിലാണ് കണ്ടത്. ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായി അഭിജിത്ത് വീട്ടിലെത്തിയപ്പോഴാണ് ഇന്ദുജയെ ജനലിൽ കെട്ടിത്തൂങ്ങിയ നിലയിൽ കണ്ടതെന്നാണ് പറയുന്നത്. ഉടൻ തന്നെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്ദുജയുടെ മരണത്തിൽ ഭർത്താവ് അഭിജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ഇന്ദുജയുടെ അച്ഛൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത്തിനെ കസ്റ്റഡിയിലെടുത്തത്. CPM അനുഭാവിയാണ് അഭിജിത്ത് എന്നും കുടുംബം ആരോപിക്കുന്നു. ഗാർഹിക പീഡനമോ ജാതി വിവേചനമോ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കും. അസ്വാഭാവിക മരണത്തിനാണ് പാലോട് പോലീസ് കേസെടുത്തത്. സ്വകാര്യ കാർ കമ്പനിയിലെ ജീവനക്കാരനായ അഭിജിത്ത് ജോലിക്ക് പോയ സമയത്ത് ഭാര്യ കെട്ടിത്തൂങ്ങിയെന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അഭിജിത്തുമായുള്ള വിവാഹത്തിന് ഇന്ദുജയുടെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായിരുന്നു. ഈ എതിർപ്പ് അവഗണിച്ചാണ് തിരുവനന്തപുരം വഞ്ചിയൂരിലെ സ്വകാര്യ ലാബ് ജീവനക്കാരിയായ ഇന്ദുജ അഭിജിത്തിനൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചത്. 2 ദിവസമായി ഇന്ദുജ ജോലിക്ക് പോയിരുന്നില്ല. അഭിജിത്തിന്റെ മുത്തശ്ശി മാത്രം വീട്ടിലുള്ള സമയത്താണ് ഇന്ദുജ ആത്മഹത്യ ചെയ്തതെന്നാണ് അഭിജിത്തും കൂട്ടരും പറയുന്നത്. തൂങ്ങിയ നിലയിൽ കാണുമ്പോൾ ഇന്ദുജയ്ക്ക് ജീവനുണ്ടായിരുന്നുവെന്നും ജില്ലാ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യേയാണ് മരണം സംഭവിച്ചതെന്നുമാണ് അഭിജിത്തിന്റെ കുടുംബം പോലീസിന് നൽകിയ വിവരം.